അങ്ങനെ ഞങ്ങളുടെ ഈ തൃശ്ശൂരിലാണ് ഞങ്ങൾ കൂടുതൽ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ മെയിനായിട്ടും വർക്കുകളൊക്കെ സിമെൻറ്റ് ബ്ലോക്കുകൾ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു സിമെൻറ്റ് ബ്ലോക്കിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു 23 സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു കട്ട കമ്പനി സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ആ സമയത്താണ് നമ്മൾ K-Swift ലൈസൻസിനെ കുറിച്ചൊക്കെ അറിയണത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഒരു വ്യവസായത്തിൻ്റെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു ഈ K-Swiftൻ്റെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്താൽ ഉടനടി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് ഈ K-Swift ലൈസൻസ് എടുപ്പിച്ച് ഞങ്ങൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങി ഒരു 13ാമത്തെ ദിവസമാണ് ഒരാളുടെ ഒരു പരാതിയുമേ സ്റ്റോപ്പ് മെമ്മോ തരുന്നത്. അപ്പോൾ ഇവർ വിചിത്രമായ ന്യായീകരണങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊല്യൂഷൻ്റെ ഇത് എടുക്കണം, എന്നാൽ നമ്മളുടെ അടുത്ത് K-Swift എടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായില്ല, നിങ്ങൾ പൊല്യൂഷൻ എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കട്ട കമ്പനി പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരെല്ലാം വളരെ നിയമത്തിൻ്റെ രീതിയിലാണ് ചെയ്യണമെന്നാണ് ഇവർ പറയണത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ കട്ട കമ്പനി തുടങ്ങിയത്. എന്നാൽ ഈ ഒരു കട്ട കമ്പനി അടുത്തൊരു വേറൊരു രീതിയിലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ടാണ് സിവിൽ BTech ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിനിഷിംഗ് സ്കൂളാക്കി നമ്മളിതിനെ മാറ്റി. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ താമസിച്ച് പഠിക്കാവുന്നൊരു സംവിധാനമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ പല കുട്ടികളുടെ എണ്ണം കൂടി ഇപ്പോൾ നമ്മൾ പുതിയൊരു ബിൽഡിങ് ചെയ്തു. ആ ബിൽഡിങ്ങിന് നമ്പറിങ്ങിൻ്റെ പേരും പറഞ്ഞ് പഞ്ചായത്ത് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വന്നു. അതായത് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇവർ ക്ലിയറായിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്കും വാശിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭം പൂട്ടി രണ്ടാമത് ഒരെണ്ണം തുടങ്ങിയതിനും ഈ ഇത്തരം നൂലാമാലകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യണ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ നമ്മൾ ഇടുന്നത്.